ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈവനിങ് സ്നാക്സ് തയ്യാറാക്കലാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്സിന് വേണ്ടി ഞാൻ കടയിൽ പോയപ്പം 1 കിലോ ഏത്തപ്പഴം വാങ്ങി, കൂടാതെ 1/2 കിലോ മൈദയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ അപ്പോൾ എന്താണ് എൻ്റെ ഈവനിങ് സ്നാക്സ് എന്ന് തയ്യാറാക്കുന്നതെന്ന്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഞാനൊരു പാത്രത്തിൽ അത്യാവശ്യം കുറച്ച് മൈദപ്പൊടി ഞാനിവിടെ തട്ടിയിട്ടിട്ടുണ്ട്. 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് നിറത്തിന് വേണ്ടി ഞാനാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3ഉം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എനിക്കിവിടെ മിക്സ് ചെയ്ത് തരാനായിട്ട് എൻ്റെ മോൻ എനിക്ക് ഇവിടെ കൂട്ടിൽ നിൽപ്പുണ്ട്. മോനാണ് ഇതൊക്കെ മിക്സ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഫോണിൽ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൻ എന്നെ സഹായിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ നിങ്ങളുടെ മക്കൾ സഹായിക്കാറുണ്ടോ? കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് തന്ന് സപ്പോർട്ടും ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. പകരത്തിന് ഞാനവിടെ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് ചേർക്കുന്നത്. 1 സ്പൂൺ മാവും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിച്ച മാവായാലും കുഴപ്പമില്ല, പുളിക്കാത്ത മാവായാലും കുഴപ്പമില്ല. ഞാനിവിടെ പുളിക്കാത്ത മാവാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനിവിടെ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മാവിനൊക്കെ ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ആകാനും പാടില്ല കേട്ടോ. ഒരു ദോശ പരുവത്തിനുള്ള രൂപത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ട. അപ്പം മോനാണ് ഇവിടെ പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മോനെ കൊണ്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനാണ് ഇളക്കുന്നത്. അപ്പോൾ മോന് പാത്രത്തിൻ്റെ 2 സൈഡിലും പിടിച്ചെന്നെ സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിവിടെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ. കറക്റ്റ് പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക്. ഞാനിവിടെ എല്ലാം ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പഴമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇപ്രാവശ്യം. ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്തത് ഒരു 3-4 എണ്ണം എടുത്ത് നമ്മുടെ മാവിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഞാൻ ഫ്ലെയിം ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് നല്ലതുപോലെ ഒന്ന് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നും ഞാനിവിടെ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇരിക്കുന്ന എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരുവിധം ഒന്ന് മൂത്ത് വരട്ടെ. അടുത്ത് ഞാനൊരു പാത്രത്തിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് വേണം നമുക്ക് ഓയിൽ പറ്റി പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഒരുവിധം എൻ്റെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സൈഡ് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്കപ്പം ഇനി ഈ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കിയും കൂടെ നമുക്കെടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് ചുടാനിരിക്കുന്ന വാഴയ്ക്കപ്പം എല്ലാം കൂടെ ഒന്ന് ചുട്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.